കോഴിക്കോട് നഗരത്തിൽ NITയുടെ നേതൃത്വത്തിൽ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അപകട സാധ്യതയുള്ള കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടതില്ലെന്നാണ് NIT സംഘം അറിയിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള 20 കെട്ടിടങ്ങളിലാണ് പരിശോധന. കാലപ്പഴക്കവും അപകട സാധ്യതയുമുള്ള കെട്ടിടങ്ങൾ ചാത്തമംഗലം NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് പരിശോധിക്കുന്നത്. 20 കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പൊതുമരാമത്ത് വിഭാഗം കണ്ടെത്തിയിരുന്നു. തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം, EMS സ്റ്റേഡിയം എന്നിവിടങ്ങളിലെ പരിശോധന പൂർത്തിയായി. മാർക്ക് ചെയ്ത തൂണുകളിലാണ് NIT പ്രൊഫസർ M. അബ്ദുൽ അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്തുന്നത്. നമ്മൾ ഫുൾ റിപ്പോർട്ട് തരുന്നതിൻ്റെ കൂടെ ഈ എക്സിസ്റ്റിംഗ് ക്രാക്സ്, ഡിഫക്ട്സ് അതൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ എത്ര സ്ട്രെങ്ത് ഉണ്ട്, ഈ നമ്മൾ ടെസ്റ്റ് ചെയ്ത സ്പെസിഫിക് പോയിന്റ്സിൽ കോൺക്രീറ്റിൽ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇത് ആ ടോട്ടൽ സ്റ്റഡീൻ്റെ ഒരു ഭാഗമാണ് റീബൗണ്ട് ഹാമർ ടെസ്റ്റ്. പാളയം പച്ചക്കറി മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളും പരിശോധിക്കും. തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ടതില്ലെന്നാണ് വിലയിരുത്തൽ. അത് പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറേ കൺസേൺസ് ഉണ്ട്, ലോക്കലായിട്ടുള്ള കുറേ പോയിന്റ്സ് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെഗുലർ മെയിൻ്റനൻസ്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. എക്സിസ്റ്റിംഗ് കുറച്ച് സ്ഥലത്ത് ക്രാക്സും റീൻഫോഴ്സ്മെൻറ്റ് എക്സ്പോസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്താൽ തന്നെ യൂസബിൾ ആണ്. മൊത്തത്തിൽ പൊളിക്കേണ്ട കാര്യമില്ല. പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് റിപ്പോർട്ട് കോർപ്പറേഷന് കൈമാറും. പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം തകർന്ന് 3 പേർ മരിച്ചതിനെ തുടർന്നാണ് കെട്ടിടങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ പരിശോധിക്കാനായി NIT സംഘത്തെ കോർപ്പറേഷൻ നിയോഗിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.